പാർവതി വരും. സൗസൗ, നീ പാറു. ഇവളെന്താ ഇവിടെ? കൈലാസ് സാർ, ഇവളെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന്? പാർവതി ഇവിടുത്തെ ജീവനക്കാരിയല്ലേ? ആയിരുന്നു, പക്ഷെ ഇപ്പോഴല്ല. മുക്തമാണ് അവളെ ഇവിടെ നിന്ന് പുറത്താക്കിയതാ. പുറത്താക്കിയോ? എന്തിന്? അമേരിക്കയിലേക്കും മറ്റു വിദേശ രാജ്യങ്ങളിലേക്കും എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരുന്ന ഡ്രസ്സ് നിസാര കാശിന് വേണ്ടി ഒരു ഫുട്പാത്ത് കച്ചവടക്കാരന് എടുത്തു കൊടുത്ത ഇവളെ ഈ ഗാർമെന്റ്സിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? കഴുത്തിന് പിടിച്ച് ഞാൻ പുറത്തേക്കെറിഞ്ഞു. ഗുഡ് ജോബ്. ഈ സ്ഥാപനത്തിന്റെ ഗുഡ്വില്ലിനെയും നിലനിൽപ്പിനെയും ബാധിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തി ചെയ്താൽ പിന്നെ അയാളുടെ സ്ഥാനം ഈ മതിൽക്കെട്ടിന് പുറത്തായിരിക്കും. അത് പാർവതിയായാലും ആരായാലും. മുക്ത എടുത്തത് നല്ല തീരുമാനം തന്നെയാണ്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ നിങ്ങളത് ചെയ്തത്. തീർച്ചയായും സാർ. കൃത്യമായ തെളിവില്ലാതെ ഞങ്ങൾ ഒരാളെ പുറത്താക്കില്ലല്ലോ സാർ. തെളിവെന്ന് പറയുമ്പോ മോഷണ കേസല്ലേ? സാക്ഷികളുണ്ടാവും അല്ലേ? ഉണ്ട് സാർ. പ്രിയനും മോഹനും ജയന്തിയും സൗന്ദര്യയും ഒക്കെ സാക്ഷികളാ സാർ. സാർ, ഇവള് പലയിടത്തായി ഒളിപ്പിച്ചു വെച്ച തുണിത്തരങ്ങൾ കണ്ടെടുത്തത് ഇവരാ. അത് ഇവളോട് തന്നെ ചോദിച്ചു നോക്ക്. സർ, പലയിടത്ത് നിന്നായി ഞങ്ങൾ കുറെ ഡ്രസ്സുകൾ കണ്ടെടുത്തു എന്നത് സത്യം തന്നെയാ. കേട്ടില്ലേ കൈലാ സാർ? പക്ഷേ പാർവതി ഒളിപ്പിച്ചു വെക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. പാർവതിയാണത് ചെയ്തതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുമില്ല. ആരോത് ചെയ്തിട്ട് പിടിക്കപ്പെടുമെന്നായപ്പോ പാർവതിയുടെ തലയെ കെട്ടിവെച്ചതാണെന്നാ എനിക്ക് തോന്നുന്നത്. നിന്റെ തോന്നലൊന്നും ഇവിടെ വിളമ്പണ്ട. പാർവതി പൂഴ്ത്തി വെച്ച ഡ്രസ്സ് കണ്ടെടുത്തതേ നീയും കൂടിയും ചേർന്ന അത് പറഞ്ഞാ മതി. ഇതൊന്നും കേട്ട് നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് പറയാം. സർ, ഇത്രയും ആൾക്കാർ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പട്ടപ്പകലൊരു കള്ളനെ വിളിച്ചു വരുത്താൻ അത്രയ്ക്ക് വിവരമില്ലാത്തവളാണോ പാർവതി? നിങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങൾ പറഞ്ഞോളൂ. പാർവതി അത് ചെയ്തിട്ടില്ല സർ. ഇവളെ എനിക്ക് നന്നായിട്ടറിയാം. ഇവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പാവപ്പെട്ടവർ കാശുണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യുന്നൊരു തോന്നലുണ്ട് ചില പണക്കാർക്ക്. അധ്വാനിച്ച് കുടുംബം നോക്കാൻ വേണ്ടിയാ പാർവതിയുടെ വന്നത്. കട്ട് കാശുണ്ടാക്കാൻ വേണ്ടിയായിരുന്നെങ്കിൽ ഇവക്കളുടെ നാട്ടിൽ തന്നെ നിന്നാ പോരെ. പാർവതി കള്ളിയാണെന്ന് ആരൊക്കെ വിശ്വസിച്ചാലും ഞാൻ വിശ്വസിക്കില്ല. സർ, ഒരു മാസത്തെ പരിചയം എനിക്ക് പാർവതിയായിട്ടുള്ളൂ. പക്ഷേ ഒരാളെ മനസ്സിലാക്കാൻ ഒരു മാസത്തെ പരിചയമൊന്നും വേണ്ടല്ലോ സർ. 1 മണിക്കൂർ പോരെ. പാർവതി അനുകൂലിച്ച് പറഞ്ഞ എന്നെയും കൂട്ടുപ്രതിയായിട്ട് ചിത്രീകരിക്കുമെന്നുള്ള പേടിയുണ്ട് എനിക്ക്. നിരപരാധിയായ ഒരു പാവം പെൺകുട്ടിയുടെ കൂടെ നിന്നതിന് എന്റെ ജോലി പോയാലും സാരമില്ല. പാർവതി തെറ്റ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കില്ല സർ. ഇവരിവരുടെ ഫ്രണ്ടിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഇവരുടെ സ്ഥാനത്ത് ഞാനായാലും ഇങ്ങനെയല്ലേ പറയൂ? കാരണം ഫ്രണ്ടിനെ ഒറ്റുകൊടുക്കാൻ മനസ്സ് വരില്ലല്ലോ. പക്ഷേ മോഷണ ശ്രമത്തിനിടയിൽ കൈയോടെ പിടിക്കപ്പെട്ട ആളാ പറഞ്ഞത് അയാൾക്കിവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് ഇവളാണെന്ന്. ഇവളെ കൂട്ടുപ്രതിയാക്കിയത് കൊണ്ട് അയാൾക്ക് പ്രത്യേകിച്ച് എന്താ നേട്ടം?